എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുമ്പോൾ 1 മണിക്കൂർ പിടിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് തൃശ്ശൂർ കേട്ടോ. തൃശ്ശൂരാണ് എൻ്റെ നാട്. മഴയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണം ഓഫറായിട്ടാണ്. അതായത് ഓണത്തിൻ്റെ ആയിട്ട് എനിക്കൊരു അഫോർഡബിൾ പ്രൈസിൽ എൻ്റെ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു 60 വെറൈറ്റീസും ഉണ്ട്. ഫെലോസിസ് വിത്ത് ഫ്ലവർ 30 വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫറായിട്ടാണ്. അപ്പം പിന്നെ വീഡിയോ നിങ്ങൾ എൻ്റെ കുറേ പേര് ഇപ്പോഴും എൻ്റെ കൂട്ടുകാർ വീഡിയോ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെയും ബെല്ലൈക്കൺ അമർത്താതെയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഏത് വീഡിയോസ് ഇതിൻ്റെ ആയാലും ഓർക്കിഡിൻ്റെ ആയാലും അല്ലെങ്കിൽ ഏത് വീഡിയോസായാലും ആദ്യം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യണം മാത്രം കിട്ടില്ല. ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. ഞാനിപ്പോൾ ഒരു 8 months ബിഫോർ 8 months മൈ ഫസ്റ്റ് ഡെൻഡ്രോബിയം സെയിൽ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കത്തില്ല. എനിക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ അതിൽ വന്നെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവരുമായിട്ടൊരു പ്ലാന്റ് ആയാലും എന്ത് തന്നെ ആയാലും ഞാൻ സെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ 8 മാസം ബിഫോർ 8 months മൈ ഫസ്റ്റ് സെയിൽ വീഡിയോ തൊട്ട് ഞാൻ ഇപ്പോൾ ഒരു 8 മാസമായി കുറേ ഞാൻ സെയിൽ ചെയ്യണു. എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ട് നോക്കുക. അത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നു. ഞാൻ കുറേ സഫറായിട്ടാണ് ഒരു 10 plants അന്ന് വാങ്ങിച്ചത്. എന്നിട്ട് എനിക്കത് സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ സെയിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. ഇതിൻ്റെ കസിൻസറ നഴ്സറിയാണ്. അപ്പോൾ പിന്നെ നഴ്സറിയാണ്. ഇത്രയും നാൾ ഇപ്പോൾ 8 മാസം ഞാൻ ആരെയും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് ഓണം ഓഫർ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും വരുന്നില്ല. എങ്കിലും ഈ ഓഫർ കാരണം എനിക്ക് അറിയാം എൻ്റെ ബ്രാൻഡ് അല്ല. അപ്പോൾ എനിക്കധികം പ്രോഫിറ്റ് ഇല്ല. എങ്കിൽ പോലും സാധാരണക്കാരായി കുറേ കസ്റ്റമർ ഉണ്ട് ഈ ഓർക്കിഡ് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും വാങ്ങിക്കാത്തവർ. പിന്നെ കുഞ്ഞ് പ്ലാന്റില്ല, അതായത് ഉദ്ദേശിക്കുന്നത് മെച്ചൂർ പ്ലാന്റല്ല, കുഞ്ഞ് സീഡ്ലിങ്സ് ഉണ്ട്. അത് നോക്കൊന്നും പെട്ടെന്ന് നമുക്ക് ആഗ്രഹിച്ചാൽ പെട്ടെന്ന് അതിൽ നിന്നൊരു ബഡൊന്നും വരില്ല. ഈ ബഡുള്ള പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5-6 മാസം കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗ്രോത്ത് വന്ന് ഇതിൻ്റെ ഫ്ലവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമതും ഫ്ലവറിങ് വരും. ഞാൻ അത് കാണിച്ചിട്ട് വീഡിയോസ് കണ്ടാൽ മതി. എൻ്റെ ഓർക്കിഡ് വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണാം. പിന്നെ അപ്പോൾ ഞാൻ ഈ പ്രൈസിലേക്ക് കിടക്കാം. 60 വെറൈറ്റീസ് ഡെൻഡ്രോബിയം ഓർക്കിഡ് ഉണ്ട്, 30 വെറൈറ്റീസ് ഫെലോസ് ഓർക്കിഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രൈസ് വരുന്നത്, അഫോർഡബിൾ പ്രൈസ്. ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓണമായ സെപ്റ്റംബർ 15th ഈ കോംബോ ഓഫർ അവസാനിക്കും. പിന്നെ ഈ ഓഫർ എനിക്ക് തരാൻ പറ്റത്തില്ല, കാരണം എനിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്രാൻഡിലല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് നിങ്ങൾ 10 plants 10 plants കോംബോ 1 plant 200, 10 plants 2000 പ്ലസ് CC എക്സ്ട്രാ. അതായത് 10 plants നിങ്ങൾ സെലക്ട് ചെയ്യാൻ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്ലാന് വരുന്നത് 200 രൂപ, 10 പ്ലാനിന് 2000 രൂപ പ്ലസ് CC എക്സ്ട്രാ, ഓൾ ഇന്ത്യ സെയിൽ. നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് 10 plants കോംബോ വിത്ത് നോട്ട് യുവർ സെലക്ഷൻ, മൈ സെലക്ഷൻ. ഞാൻ സെലക്ട് ചെയ്യും. അതായത് ഞാൻ 10 വെറൈറ്റീസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതിന് അഫോർഡബിൾ പ്രൈസ് 1850 rupees ഓൺലി. അതായത് വിത്ത് ബഡായിട്ട് നിങ്ങൾക്ക് 10 എടുക്കാം, അല്ലെങ്കിൽ വിത്ത് ഫ്ലവർ വേണോ വിത്ത് ഫ്ലവർ എടുക്കാം, അല്ലെങ്കിൽ 5 വിത്ത് ഫ്ലവർ 5 വിത്ത് ബഡ്, അങ്ങനെ ചെയ്യാം. അത് ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ സെലക്ട് ചെയ്യുന്ന പ്ലാന്റിനാണ് ഈ പറഞ്ഞ പ്രൈസ്. അതായത് ഐ ആം സെലക്റ്റഡ് 10 plants with 10 different varieties, affordable price in 1000 plants 1850 rupees plus CC extra, all India. ഇനി സാധാരണ കസ്റ്റമർക്ക് ഇപ്പോൾ എല്ലാം പത്രം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമർക്ക് മിനിമം 2 plants തന്നെ എടുക്കണം. 2 തൊട്ട് 9 വരെ, 2 plants തൊട്ട് 9 plants വരെ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാനിന് വരുന്നത് 1 പ്ലാന്റിന് 220 rupees ഈച്ച്. മനസ്സിലായ 220 രൂപ വരും ഒരു പ്ലാന്റിന്. 2 തൊട്ട് 9 വരെ എടുക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ സെയിലുണ്ട്. പിന്നെ എൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 10 AM യുവർ പേയ്മെൻറ്റ് ആൻഡ് സെലക്റ്റഡ് പ്ലാന്റ്. നെക്സ്റ്റ് 5 working days ഡിസ്പാച്ച് യുവർ പ്ലാൻസ്. ഓക്കെ, അതായത് മൺഡേ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച കാലത്ത് 10 മണി വരെക്കുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളുടെ നിങ്ങൾക്ക് അയക്കുന്നത് പിന്നത്തെ വരുന്ന 5 working days നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നതായിരിക്കും. ഓൾ ഇന്ത്യ സെയിലുണ്ട്. ഓക്കെ,
പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന കുറച്ച് റെമഡീസ് പറയുന്നുണ്ട്. ആ റെമഡീസുകൾ നിങ്ങൾ എനിക്ക് അനുഭവത്തിലുള്ള, ഞാൻ ആർക്കും വേണ്ടി പ്രത്യേകിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അത്ര വേണ്ടപ്പെട്ടവ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതെന്നോട് ഒരു വിജയ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, എൻ്റെ സബ്സ്ക്രൈബറാണ്, കസ്റ്റമറാണ്. ആ ചേച്ചി എനിക്ക് പറയുന്ന ടിപ്സാണ്. ചിലപ്പോൾ എനിക്ക് കുറേ പ്ലാൻസൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് അതൊന്നും കെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഇത് മാത്രമല്ല, വേറെ ഇതൊരു 50 പ്ലാൻസ് ഉണ്ട് എനിക്ക്. പിന്നെ എനിക്ക് വേറെ എനിക്കറിയാലോ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാൻ എനിക്ക് പലപ്പോഴും എൻ്റെ പ്ലാന്റ് ഓർക്കിഡ് കഴിയാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ വിജയം എന്ന് പറഞ്ഞ ചേച്ചി പറയുന്ന 2-3 റെമഡീസാണ് പറയുന്നത്. അതായത് ഗ്രോത്തിന് ആ ചേച്ചി ചെയ്തിട്ട് കിട്ടിയതാണ്. ഗ്രോത്തിന് ഗ്രീൻ കെയറിൻ്റെ 30:10:10 എന്ന റേഷ്യോയിലുള്ള ഫെർട്ടിലൈസർ കെമിക്കൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരും. അത് പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. അതുപോലെ ഫ്ലവർ ചെയ്യാനായിട്ട് മിറാക്കിൾ മിക്സ് എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ അതിൻ്റെ 13:27 എന്ന് പറഞ്ഞ റേഷ്യോയിലുള്ള മിറാക്കിൾ മിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലവറിങ്ങും പെട്ടെന്ന് വരും. അതായത് ഒരു 1 വീക്ക് നിങ്ങൾ ഗ്രോത്തിന് കൊടുത്താൽ പിന്നത്തെ നെക്സ്റ്റ് വീക്ക് ഫ്ലവറിന് കൊടുക്കാം. ഇപ്പോൾ കിട്ടുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു പ്ലാന്റ് വിത്ത് ബഡ് അല്ലെങ്കിൽ ഫ്ലവർ നിങ്ങൾക്ക് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് റിപ്പോർട്ട് ചെയ്യാം. അത് ചാർക്കോളും ബ്രിക്ക് പീസും പിന്നെ കൊക്കോ ചിപ്സും കൂടിയിട്ട് നിങ്ങളത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ വാട്ടറിൽ ഒരു ടീസ്പൂൺ സാഫ് കഴിക്കിട്ട് ആ വെള്ളത്തിൽ ഈ റൂട്ടിൽ നിന്ന് നിങ്ങൾ എൻ്റെ പ്ലാന്റ്സുകൾ ഏത് പ്ലാന്റ്സ് ആയാലും അത് എടുത്തിട്ട് അതിൻ്റെ ചകിരി കഷ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ ആ റൂട്ടുമ്പോൾ പറ്റി പഠിക്കുന്ന എന്തായാലും എടുത്ത് കളയുക. എന്നിട്ട് ആ റൂട്ട് ഒരു 10 മിനിറ്റ് ഈ സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വയ്ക്കുക റൂട്ടുകൾ. അതിന് ശേഷം റിപ്പോർട്ട് ചെയ്യുക. പിന്നെ സാഫ് കലക്കിയ വെള്ളവും വേണമെങ്കിൽ ആ വെള്ളമല്ല നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ അതുണ്ടാവും. അങ്ങനെ ഇതാണ് ആ ചേച്ചി വിജയിച്ച് പറഞ്ഞത്. ഇത് ആ ചേച്ചിക്ക് ഉപയോഗിച്ചിട്ട് ചേച്ചിക്ക് ഗ്രോത്തും കിട്ടി, പിന്നെ ബഡും വന്നു. ഒച്ചിന് ചെതിന് ഒച്ചിൻ്റെ ഇത് ഫ്ലവറിന് ഈ എന്താ പറയുക നമ്മുടെ ചെടിയുടെ അടുത്ത് ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒച്ച് വരികയാണ്. ഇത് എനിക്ക് 2-3 പ്ലാന്റ്സുമേ എൻ്റെ ഇലമ ഇങ്ങനെ ഇത് കൂടുന്ന പോലെ. അപ്പം ഞാൻ വെച്ചാൽ പുഴുവെന്ന് വിചാരിച്ചു നോക്കി പിണ്ടത് ഇവനും കണ്ടാ ഈ സാധനം വന്നിരിക്കുകയാണ്. ഈ ഒച്ചുമുട്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ നമ്മുടെ ഈ വേര് വരെ നിങ്ങൾ തിന്നും, മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പറഞ്ഞേ 2 ആഴ്ച കൂടെ നമ്മൾ സാഫ് കലക്കി വയ്ക്കുക. അത് കുഴപ്പമില്ല, അത് നമുക്ക് വയ്ക്കുക. പിന്നെ ഇപ്പോൾ ഈ മഴ സീസണിൽ നമ്മൾ ഒരിക്കലും ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കും. ഞാൻ പറഞ്ഞ ഈ 3 റെമഡീസ് ഒച്ചിനുള്ളതും അതുപോലെ ഗ്രീൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് 3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് എനിക്ക് 100% എൻ്റെ ആ വിജയിച്ചിക്ക് കിട്ടിയ അതാണ് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരാൾ കിട്ടിയ അനുഭവം ഞാൻ ഷെയർ ചെയ്തതാണ്. താങ്ക് യു വിജയ ചേച്ചി, താങ്ക് യു ഫോർ യുവർ എന്താ പറയുക വിലയേറിയ എനിക്ക് തന്ന ആ ഒരു ഷെയറിങ്ങിന് താങ്ക് യു വെരി മച്ച് വിജയ ചേച്ചി. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പ്ലാൻ നന്നായി വളരെ. അപ്പോൾ ഇത് ഓഫർ നിൽക്കുന്നത് എന്നറിയോ, സെപ്റ്റംബർ 15 കോഴ്സ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.